കിച്ചു വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ക്യാഷ് ഒന്നും തരാറില്ല, അല്ലെങ്കിൽ അങ്ങനെയാണ്, അല്ലെങ്കിൽ നോക്കാറില്ല. അത് ആസ് എ ഫ്രണ്ട്, രേണുവിന്റെ ഒരു ഫ്രണ്ട് ആയിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ശുദ്ധ നുണയാണ്. കാരണം രേണു ചേച്ചി പലപ്പോഴും കിച്ചുവിന് പേയ്മെന്റ് ഇട്ട് കൊടുക്കുന്നത് എന്റെ കൺമുമ്പിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറയാം. ഇനി ഇത് കേട്ടിട്ട് എല്ലാവരും കൂടെ എന്നെ കൊല്ലാൻ വരണ്ട. എനിക്ക് തോന്നിയ ഒരു കാര്യം പറയാം. എനിക്ക് തോന്നുന്നു ആ കുട്ടിക്ക് പൈസയോട് കുറച്ചുകൂടെ താല്പര്യം കൂടുതലുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി അതിന്റെ അമ്മ കൊടുക്കുന്നത് കുറഞ്ഞു പോയി കാണും. ഈ പറയുന്ന ആൾക്കാരൊക്കെ ഇപ്പൊ എനിക്ക് തോന്നുന്നു എന്തോ ആ കുട്ടീന്റെ അക്കൗണ്ട് വെച്ചൊക്കെ എന്തോ പൈസയൊക്കെ ഇപ്പം എന്തൊക്കെയോ നടത്തുന്നുണ്ടെന്ന് തോന്നുന്നു. ഏതായാലും രേണു സുധി അതുപോലെ തന്നെ കിച്ചു സുധിയുടെ പ്രശ്നം ഇവിടം കൊണ്ടും ഒന്നും തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ഈ പ്രശ്നം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ജാസിയും അതുപോലെ തന്നെ ശ്രീലക്ഷ്മിയും ഇവരെ ഒന്ന് വെള്ളപൂശാൻ വേണ്ടിയിട്ട് രംഗത്ത് വന്നത് എന്നുള്ളതാണ്. അവസാനം അവർ തീർച്ചയായിട്ടും ആൾക്കാരുടെ കയ്യിലുള്ള കമൻറ്റുകളെല്ലാം തെറികളെല്ലാം ഏറ്റുവാങ്ങുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അത് ശ്രീലക്ഷ്മി പറഞ്ഞ വളരെ വൃത്തികെട്ട ഒരു വാക്ക് തീർച്ചയായിട്ടും ഒന്ന് പ്രതികരിക്കണമെന്ന് എനിക്ക് തോന്നി. കാരണം കിച്ചുവിന് പണത്തോടുള്ള ആർത്തി കൊണ്ടാണ് ഇത്തരത്തിൽ രേണു സുധിക്കെതിരെ വന്നിട്ട് മോശമായ രീതിയിലുള്ള കാര്യങ്ങൾ പുറത്ത് പറയാൻ വേണ്ടി തയ്യാറാവുന്നത് എന്നാണ് പറയുന്നത്. രേണു സുധി ചോദിക്കുമ്പോൾ പൈസ അങ്ങോട്ട് എടുത്തു കൊടുക്കുകയാണ് എന്ന് രേണു സുധിയുടെ മാനേജറായ സുഹൃത്ത് ഇവരുടെ സുഹൃത്താണ് എന്നും അവർ തന്നോട് നേരിട്ട് പറഞ്ഞ അറിവ് വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത് എന്നെല്ലാമാണ് നമ്മുടെ ശ്രീലക്ഷ്മി പറയുന്നത്. വളരെ മോശകരമായ ഒരു അഭിപ്രായമാണ്. കാരണം രേണു സുധിയുടെ മകനായ അല്ലെങ്കിൽ പോറ്റുമകനായ നമ്മുടെ കിച്ചുവിന് പണത്തോടുള്ള ആർത്തി കൊണ്ട് മറ്റാരോടോ പണം വാങ്ങിയതിന് ശേഷമാണ് ഇത്തരത്തിൽപ്പെട്ട കമൻറ്റുകളും അതുപോലെ തന്നെ പോസ്റ്റുകളും എല്ലാം ഫേസ്ബുക്ക് അടക്കമുള്ള മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നത് എന്ന് തന്നെയാണ് നമ്മുടെ ശ്രീലക്ഷ്മി പറയുന്നത്. ഇത് വളരെ ഗൗരവമേറിയ ഒരു കാര്യം തന്നെയാണ്. കാരണം കിച്ചു അവൻ്റെ ലൈവ് സ്റ്റോറിയിൽ പങ്കുവെച്ച ഏതാനും ചില കാര്യങ്ങൾ ഇത്രമാത്രം രേണു സുധിയെ പൊള്ളിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഇല്ല എന്ന് തീർച്ചയായിട്ടും ഇത് കേൾക്കുന്ന ആരും വിശ്വസിക്കില്ല. കാരണം അത്രയ്ക്കും ആ മകൻ അനുഭവിച്ചിട്ടുണ്ട്. രേണു സുധിയുടെ മരണത്തിന് ശേഷം ആ വീട്ടിൽ കിച്ചു വളരെ ഒറ്റപ്പെട്ട ഒരവസ്ഥയിലായിരുന്നു. 3 മാസത്തോളം ഒരു റൂമിൽ നിന്ന് പുറത്തിറങ്ങാത്ത രീതിയിൽ അവനോട് ആരും സംസാരിക്കാതെ, അവനെ തിരിഞ്ഞു നോക്കാതെ, അവന് വേണ്ടതൊന്നും ചെയ്തു കൊടുക്കാതെ അവനെ മാനസികമായിട്ട് വലിയ ഒരു ഡിപ്രഷനിലേക്ക് തള്ളിയിടുകയാണ് രേണു സുധി ചെയ്തത് എന്ന കാര്യത്തിൽ ഇന്ന് മലയാളികൾക്ക് യാതൊരു തർക്കവുമില്ല. അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് 2 ആൾക്കാർ ഇറങ്ങി. 2 ആളുടെ പേര് ഞാൻ പറഞ്ഞപ്പോൾ, ഒന്ന് ശ്രീലക്ഷ്മിയാണ്, രണ്ടാമത്തത് ജാസിയാണ്. രണ്ടും കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ ഇന്ന് യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവരുടെ പേക്കൂത്തുകളുടെ, ഡാൻസുകളുടെ അല്ലെങ്കിൽ ആട്ടങ്ങളുടെ എല്ലാം പേരടക്കമുള്ള അല്ലെങ്കിൽ ആറാട്ടണ്ണൻ അടക്കമുള്ള അവരുടെ റീൽസും കാര്യങ്ങളും എല്ലാം കണ്ടാൽ മൂക്കത്തുനിന്ന് കൈയെടുക്കാൻ വേണ്ടി തോന്നില്ല. അത്രയ്ക്കും വൃത്തികെട്ട രീതിയിലുള്ള അഭിനയമാണ് നമ്മുടെ ശ്രീലക്ഷ്മി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ആദ്യമായിട്ട് നമുക്ക് ജാസി ഇവരെക്കുറിച്ച് പറയുന്ന 2 ഡയലോഗ് നമുക്കൊന്ന് കാണാം. കിച്ചു വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ക്യാഷ് ഒന്നും തരാറില്ല, അല്ലെങ്കിൽ അങ്ങനെയാണ്, അല്ലെങ്കിൽ നോക്കാറില്ല. അത് ആസ് എ ഫ്രണ്ട്, രേണുവിന്റെ ഒരു ഫ്രണ്ട് ആയിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ശുദ്ധ നുണയാണ്. കാരണം രേണു ചേച്ചി പലപ്പോഴും കിച്ചുവിന് പേയ്മെന്റ് ഇട്ട് കൊടുക്കുന്നത് എന്റെ കൺമുമ്പിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഈ 300 രൂപ 200 രൂപ ഒന്നുമല്ല, അത്യാവശ്യം നല്ല എമൗണ്ട് ഇട്ട് കൊടുക്കുന്നത് ഞാൻ കണ്ടോട് കണ്ടിട്ടുണ്ട്. കിച്ചുവിന് ഒരു വാക്കുകൊണ്ടോ ഒന്നും ഒരു മോശം പറഞ്ഞിട്ടില്ല. അവൻ എന്താ ഇങ്ങനെ പറഞ്ഞതെന്ന് ഞാൻ ആലോചിക്കായിരുന്നു. പിന്നെയാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കാണുന്നത്. അപ്പൊ അതിന്റെ മുഖേനയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതും അവിടെ വെച്ചിട്ടാണ് കിച്ചുവിന്റെ മൈൻഡ് മാറിയതെന്നും എനിക്ക് മനസ്സിലായി. ജാസി എന്ന് പറഞ്ഞാൽ എന്നോട് പൊട്ടിക്കറിയുന്നതായിരുന്നു ആള്. അപ്പോൾ കുണ്ടൻ വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ്. ഏതായാലും സുപ്രീം കോടതി വിധി വന്നതിന് പിന്നാലെ ഇനി ഇത്തരത്തിൽപ്പെട്ട തോന്നിയാസം ഞാൻ പെണ്ണാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യങ്ങളെല്ലാം ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ഇനി തീർച്ചയായിട്ടും മെഡിക്കൽ റിപ്പോർട്ടും അതിൻ്റെ സർട്ടിഫിക്കറ്റും ഗവൺമെൻറ് ബോഡിക്ക് മുന്നിൽ ഹാജരാക്കിയാൽ മാത്രമേ ഇവനെപ്പോലെയുള്ള ആൾക്കാരെ ട്രാൻസ്ജെൻഡറായിട്ട് പോലും ഇനി അംഗീകരിക്കുകയുള്ളൂ. അതേതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ തീർച്ചയായിട്ടും അതിനുള്ളൊരു നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി കഴിയുന്നത്. ഏതായാലും ആശയുടെ ഉമ്മയുടെ പ്രാർത്ഥന ദൈവം കേട്ടു അല്ലെങ്കിൽ സ്വീകരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അവനാണ് ഇപ്പോൾ നമ്മുടെ രേണു സുധിയെക്കുറിച്ചിട്ട് വെള്ളപൂശാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഇവർ കാട്ടിക്കൂട്ടുന്ന തോന്നിവാസങ്ങൾ അല്ലെങ്കിൽ ഇവർ കാട്ടിക്കൂട്ടുന്ന പേക്കത്തുകൾ സമൂഹത്തിൽ നല്ലവരായ ആരെങ്കിലും ഇവരെ സപ്പോർട്ട് ചെയ്യാനോ ഇവർക്കെതിരെ നല്ല 2 വർത്തമാനം പറയാനോ ആരും വരുന്നില്ല എന്നതുകൊണ്ട് മാത്രം ഇവരുടെ ഇടവും വലവും നിന്നുകൊണ്ട് ഒന്ന് ജാസിയാണ്, രണ്ടാമത്തത് നമ്മുടെ ശ്രീലക്ഷ്മിയാണ്. 2 പേരും ചക്കിക്കൊത്ത ചങ്കരൻ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പണത്തിന് വേണ്ടിയാണ് എന്ന് ഇവർ പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് രേണു സുധിയുടെ അഭിപ്രായം തന്നെയാണ്. കാരണം ഇപ്പോൾ വളരെ അടുത്ത് നിന്നുകൊണ്ട് ഇവരുടെ സൗഹൃദം പങ്കുവെക്കുന്ന 3 ആൾക്കാരാണ് ഇവർ 3 പേരും. ഇവരെക്കുറിച്ച് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും നല്ല വിവരവുമുണ്ട്. കാരണം ജാസിൻ്റെ കാര്യം ഓൾറെഡി
മലയാളികൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ശ്രീലക്ഷ്മി എന്ന് പറയുന്ന അത്രയും വൃത്തികെട്ട രീതിയിൽ സോഷ്യൽ മീഡിയ റീൽസിലും ആൽബത്തിലും അഭിനയിക്കുന്ന മറ്റൊരു സ്ത്രീ ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഇവർ തന്നെയാണ് ഒരു സമയത്ത് നമ്മുടെ രേണു സുധിയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് വളരെ മോശകരമായിട്ട് കമൻറ്റുകൾ എഴുതിയത്. ബാർ ഡാൻസ് കളിക്കാൻ പോകുന്നതിനെ പറ്റിയും അതുപോലെ തന്നെ ദുബായിൽ മുണ്ടിരിക്കുന്നതിനെ പറ്റിയും എല്ലാം കമൻ്റ് അടിച്ച ആളാണ് നമ്മുടെ ശ്രീലക്ഷ്മി. അപ്പോൾ റീച്ചുകളും കാര്യങ്ങളും ഒന്നുമില്ലാതെ ആയപ്പോൾ ഇപ്പോൾ വീണ്ടും രേണു സുധി ഒന്ന് ഫേമസ് ആയപ്പോൾ അവരുടെ കൂടെ കൂടിയിരിക്കുകയാണ്. എന്താണ് കിച്ചുവിനെ കുറിച്ച് അവർ പറഞ്ഞ വൃത്തികേട് നമുക്കതൊന്ന് കേൾക്കാം. എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറയാം. ഇനി ഇത് കേട്ടിട്ട് എല്ലാവരും കൂടെ എന്നെ കൊല്ലാൻ വരണ്ട. എനിക്ക് തോന്നിയ ഒരു കാര്യം പറയാം. എനിക്ക് തോന്നുന്നു ആ കുട്ടിക്ക് പൈസയോട് കുറച്ചുകൂടെ താല്പര്യം കൂടുതലുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി അതിന്റെ അമ്മ കൊടുക്കുന്നത് കുറഞ്ഞു പോയി കാണും. ഈ പറയുന്ന ആൾക്കാരൊക്കെ ഇപ്പൊ എനിക്ക് തോന്നുന്നു എന്തോ ആ കുട്ടീന്റെ അക്കൗണ്ട് വെച്ചൊക്കെ എന്തോ പൈസയൊക്കെ ഇപ്പം എന്തൊക്കെയോ നടത്തുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ എന്റെ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് മനസ്സിലാക്കുന്ന അങ്ങനെ എന്തൊക്കെയോ കുറെ വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് ആ കുട്ടീനെ പറഞ്ഞ് തിരിച്ച് സെറ്റാക്കി വെച്ചേക്കും. അപ്പൊ കുട്ടിക്ക് ഇനി അങ്ങോട്ട് മുന്നോട്ട് പൈസ വേണം, അവന്റെ കാര്യങ്ങൾ നടത്തണം, അവന് കുറച്ചുകൂടെ എമൗണ്ട് വേണം, കുറച്ചുകൂടെ കാശ് വേണം എന്നൊക്കെ ഒരു തോന്നിയിട്ട് അത് എന്തൊക്കെയോ ചെയ്തു കൂട്ടുകയാണ്. അപ്പൊ അത്രമാത്രം അവർക്കത് വിഷമം ഉണ്ടായിട്ടുണ്ട്. ആ കുട്ടി എന്താണ് അങ്ങനെ പറഞ്ഞെന്ന് അറിയത്തില്ല. എനിക്ക് തോന്നുന്നത് എന്തോ ചുറ്റുപാടുമുള്ള ആരൊക്കെയോ കൂടിയിട്ട് ആ കുട്ടിക്ക് ചിലപ്പോൾ എന്തെങ്കിലും പൈസ കൊടുക്കാന്നോ അല്ലെങ്കിൽ എന്തൊക്കെയോ പറഞ്ഞ് മാറ്റിയ ഒരു ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ പെട്ടെന്ന് ഒരു ഒറ്റ നിമിഷം കൊണ്ട് 2 ദിവസം മുന്നേ വരെ അമ്മ എന്ന് പറഞ്ഞിരുന്ന കുട്ടി പെട്ടെന്ന് അമ്മ ശത്രു ആവുന്നത് എങ്ങനെയാ? പൈസ കൊടുക്കുന്നില്ല എന്ന് പറയുന്നു. ഇഷ്ടംപോലെ പൈസ കൊടുക്കുന്ന കാര്യം രേണു ചേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അങ്ങനെ അറിയാം, പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ കരീഷ്മ രേണുവിന്റെ മാനേജറാണ്, എൻ്റെ നല്ല ബെസ്റ്റ് ഫ്രണ്ടാണ്, ജാസിന്റെ ഫ്രണ്ടാണ്. എപ്പോഴും പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞിട്ട് മോനെ എപ്പോൾ ചോദിച്ചാലും ആ ചെക്കൻ എപ്പോൾ ചോദിച്ചാലും പൈസ കൊടുക്കുന്നത് പല പ്രാവശ്യമായിട്ട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ഇത് ചെയ്യുന്ന ഒരു സ്ത്രീയെ പെട്ടെന്ന് സമൂഹത്തിൽ ഒരു മോന്റെ സ്ഥാനം കൊടുത്ത് നിർത്തിയ ആള് വലിച്ചു കീറുകയാണ് ചെയ്തത്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ കേട്ട് കാണും. ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, കിച്ചുവിന് പണത്തോടുള്ള ആർത്തിമൂത്ത് മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടാണ് ഇത്തരത്തിൽപ്പെട്ട ഓരോ കാര്യങ്ങൾ മാധ്യമത്തിൽ വന്ന് പറയുകയും അതുപോലെ തന്നെ വീഡിയോ ചെയ്തതും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതുമെല്ലാം അങ്ങനെയാണ് എന്നാണ് പറയുന്നത്. രേണു സുധി 3ാമത്തെ അമ്മയാണ്. ആ അമ്മ മകനെ സ്നേഹിച്ചിരുന്നു എന്നുള്ളതും സത്യമാണ് എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. പക്ഷേ ഒരു കാലത്ത് അത് നമ്മുടെ സുധിച്ചേട്ടൻ മരിക്കുന്ന ആ സമയം വരെ, അതിനുശേഷം തീർച്ചയായിട്ടും അവർ ഒരു മകനായിട്ട് ആ കിച്ചുവിനെ കണ്ടിരുന്നോ, അവന് വേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തു കൊടുത്തിരുന്നോ, ഒന്നും തന്നെ തീർച്ചയായിട്ടും അവൻ്റെ വർത്തമാനത്തിൽ നമുക്ക് തോന്നിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. കാരണം ജീവിതത്തിൽ അത്രയും അനുഭവിച്ചത് കൊണ്ട് മാത്രമാണ് ആ കുട്ടി ഇത്രയും പുറത്ത് വന്ന് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി തയ്യാറായത്. കാരണം ആ കണ്ണുനീരിൽ അവൻ്റെ എക്സ്പ്രഷനിൽ എല്ലാം ഉണ്ട് എന്നുള്ളത് നമ്മളെല്ലാവരും ഓർക്കണം. കാരണം അവൻ്റെ ഒരു അമ്മ ഇത്തരത്തിൽപ്പെട്ട ഓരോ വൃത്തികേടുകൾ കാണിക്കുകയും അതുപോലെ തന്നെ പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ അടക്കമുള്ള പരിപാടികൾ ചെയ്യുകയും ചെയ്യുന്ന സമയത്തും മറ്റു കൂട്ടുകാരുടെ ഇടയിൽ തലയുയർത്തി നടക്കാൻ പറ്റാത്ത ഒരുപാട് വിഷമങ്ങൾ നമ്മുടെ കിച്ചു അനുഭവിക്കുന്നുണ്ട്. ആ സമയത്താണ് കുറച്ചുകൂടി അവനെ മോശക്കാരനാക്കാൻ വേണ്ടിയിട്ട് ഒരു പൈസ അയച്ചു കൊടുത്ത ഒരു ലിസ്റ്റ് അടക്കം സ്വന്തം കമ്പനിക്കാരത്തേക്ക് അയച്ചു കൊടുത്തുകൊണ്ട് അവളെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിച്ച് വീണ്ടും സമൂഹത്തിൻ്റെ മുമ്പിൽ കിച്ചുവിനെ മോശക്കാരനാക്കാൻ വേണ്ടി രേണു സുധി നടത്തിയ നാടകം മലയാളികൾ പൊളിച്ചെടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. കാരണം 100 രൂപയും 200 രൂപയും അയച്ചു കൊടുത്ത സ്ക്രീൻഷീറ്റുകൾ എടുത്തുകൊണ്ട് അതിൻ്റെ സംഖ്യകളൊന്നും തന്നെ വെളിപ്പെടുത്താതെ ലക്ഷങ്ങൾ കൊടുത്തു എന്ന രീതിയിൽ പല യൂട്യൂബർമാരെ കൊണ്ടും വീഡിയോ ചെയ്യിക്കുന്നത് നമ്മൾ കണ്ടു. ലക്ഷങ്ങളൊന്നും കൊടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. 10, 100, 200 രൂപകൾ വെച്ച് 10 പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ 1000 2000 രൂപ മാത്രമേ ആകൂ എന്ന് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ രേണു സുധിയിലെ സുധിയെ കൊണ്ട് മാത്രം ലക്ഷങ്ങൾക്ക് വരുമാനമുണ്ടാക്കിയ ആളാണ് രേണു സുധി. അപ്പോൾ അതിലൊരു 1000 രൂപ കൊടുത്തു കഴിഞ്ഞാലൊന്നും ഒരിക്കലും ഒരു 18 വയസ്സിന് മുകളിലുള്ള ഒരാൾക്കാരുടെ ചിലവുകൾ നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടി സാധിക്കുകയില്ല. പക്ഷേ അതവരുടെ കുടുംബകാര്യമാണ്. എന്നാലും അവരെ എത്രമാത്രം മോശക്കാരനാക്കാൻ വേണ്ടി സാധിക്കുമോ കിച്ചുവിനെ, അത്രമാത്രം മോശക്കാരനാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനവും അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ രേണു സുധിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ മനംനൊന്നിട്ട് തന്നെയാണ് നമ്മുടെ കിച്ചു അവൻ്റെ ലൈഫ് സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് ഒരു വീഡിയോ ആയിട്ട് വരേണ്ട അവസ്ഥ ഉണ്ടാക്കിയത് രേണു സുധിയാണ്. രേണു സുധി ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ അടക്കമുള്ള നമുക്ക് മലയാളികൾക്ക് അത്ര സുപരിചിതമല്ലാത്ത ചില കാര്യങ്ങളുടെ പണമുണ്ടാക്കാനുള്ള നെട്ടോട്ടത്തിൽ തീർച്ചയായിട്ടും കുടുംബവും മാനവും അതുപോലെ തന്നെ പലതും അവർ മറക്കുകയാണ്. അതിനെതിരെ വീഡിയോ ചെയ്യുന്നവർക്കെതിരെ കേസുമായിട്ടടക്കം രേണു സുധി ഇപ്പോൾ കോടതിയിലേക്ക് പോവുകയാണ്. തീർച്ചയായിട്ടും ആരാണ് നഷ്ടപരിഹാരം കൊടുക്കേണ്ടതെന്ന് കാണാമെന്നാണ് രേണു സുധി പറയുന്നത്. തീർച്ചയായിട്ടും അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതായിട്ട് വരും. തീർച്ചയായിട്ടും ഈ അവസാനത്തിൽ നമ്മുടെ കിച്ചു പറഞ്ഞ ഡയലോഗ് കൂടി നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. കാരണം ഈ വീഡിയോ പുറത്തു വരുന്നത് കൂടി പല ആളുകളുടെയും മുഖഭാവം മാറാനും സ്നേഹബന്ധങ്ങൾ
നഷ്ടപ്പെടാനും എല്ലാം കാരണമാകും. എന്നെ സ്നേഹിക്കുന്നവർ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞാണ് നമ്മുടെ കിച്ചു ആ വീഡിയോ അവസാനിപ്പിച്ചത്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ആ ഒരു സഹകരണവും ആ ഒരു സ്നേഹവും മലയാളികളുടെ എപ്പോഴും കിച്ചുവിൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് മാത്രം ഞാനും പറയുകയാണ്. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.